ഇല്ല ഇല്ല മുത്തേ കാര്യല്ലേ. ഇതാ സോപ്പ് തേച്ച് 2 കപ്പ് വെള്ളം മുക്കി ഒഴിച്ച് കഴിഞ്ഞാ പണി കഴിഞ്ഞു. അത് ഒന്നുമില്ലമ്മ, കുഞ്ഞു പെണ്ണല്ലേ. അതുകൊണ്ട് അതിന്റെ മേലെ വെള്ളം തെറ്റുമ്പോ അത് എന്തോ ഏതെന്നും പറഞ്ഞ് കരിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് കുളിച്ച് കഴിഞ്ഞ് തുടച്ചൊക്കെ ഡ്രസ് ഇട്ട് കൊടുത്താൽ ശരിയാവും. അയ്യോ അമ്മച്ചി, കുട്ടി എന്താ കരഞ്ഞോണ്ടിരിക്കുന്നത്? വെള്ളം നല്ല ചൂടുണ്ടാവോ എന്തോ? അയ്യോ ഇല്ല മോളെ, അങ്ങനെ ചൂടൊന്നും ഇല്ല. ഞാൻ ചൂട് നോക്കി നല്ല പാകത്തിനാ എടുത്തത്. അല്ല, വെള്ളം ഒഴിക്കുമ്പോ തന്നെ കരഞ്ഞോണ്ടിരിക്കണല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഇനിയിപ്പൊ ചൂടുണ്ടാവോ എന്തോന്ന്? ഇല്ല ഇല്ല, അങ്ങനെ ചൂടൊന്നും ഇല്ല. പിന്നെ കുറച്ചൊക്കെ ചൂടോടും കൂടി തന്നെ ഒഴിക്കേണ്ടത്. എന്നാലല്ലേ ഈ കുട്ടിനെ എല്ലാരും എടുക്കുമ്പോ ഈ മേലും കൈ വേദനയൊക്കെ ഉണ്ടാവും. അതുകൾക്ക് പറയാനും കൂടെ അറിയോ. അതുകൊണ്ട് ഞാൻ ചൂടോടും കൂടി ഒഴിച്ചാൽ അതൊക്കെ ശരിയാവും, നല്ലോണം ഉറങ്ങും. പിന്നെ കുട്ടിക്ക് നല്ല പൊറുക്കണ ചൂടിനെയാ ഞാൻ എടുത്തിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല. അയ്യോ വേണ്ട മക്കളെ, ഉണ്ണിക്കുട്ടി തേക്കണ്ട, അമ്മച്ചി തേച്ചോളാം. ഉണ്ണിക്കുട്ടി തേച്ചിട്ട് ഇനിയിപ്പോ സോപ്പിന്റെ പത വല്ല കുട്ടിന്റെ കണ്ണിൽ പെട്ടാലേ കുട്ടി കിടന്ന് പിന്നെ ഒരുപാട് കരയും. ഇല്ലമ്മച്ചി, ഉണ്ണിക്കുട്ടി നോക്കി മെല്ലെ തേച്ചോളാം, പിന്നെ കയ്യിൽ മാറ്റി തേച്ചോളാം. അയ്യോ റിയ, അതൊന്നും വേണ്ട. നീ സോപ്പൊന്നും തേക്കണ്ട. അവസാനം കുട്ടിന്റെ കണ്ണിൽ സോപ്പ് തട്ടിയ പ്രശ്നമാവും. നീ അടുത്ത് നിന്ന് നോക്കിയാ മതി. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? മിണ്ടാതെ നിന്ന് നോക്കുകയാണെങ്കിൽ നോക്ക്, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അപ്പുറത്ത് പോയി കളിക്കിപ്പോ. ഇല്ല മക്കളെ, ഇല്ല. ഇത് കഴിഞ്ഞ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാ പണി കഴിഞ്ഞു. റിയ, ഒന്ന് മിണ്ടാതെ നിക്ക്. കുട്ടീന്റെ കാര്യത്തിൽ നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത് നിന്ന് നോക്കിയാ മാത്രം മതി. അതെ, അത്ത ധീരം കണ്ടോ എങ്ങനെ മിണ്ടാതെ തോർത്തും പിടിച്ച് നിക്കുന്നേ? അതുപോലെ നിക്കുന്നുണ്ടോ ഈ കുട്ടി? അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് ഓരോന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുന്ന കണ്ട. അത് ശരി, ഈ കുട്ടീന്റെ കാര്യത്തില് കുളിപ്പിക്കണ സോപ്പ് തേക്കണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി 2-3 മാസം കഴിഞ്ഞാലേ നിനക്കൊരു കുഞ്ഞുവാവ വരും. അപ്പൊ നീ ആ കുഞ്ഞുവാവിനെ കൊണ്ട് എന്തൊക്കെ കാണിക്കുവോ? അയ്യോ, അതാമച്ചി എന്റെയും പേടി. ഇനി 2-3 മാസം കഴിഞ്ഞ് കുട്ടി വന്നാൽ ഇവൾ എന്തൊക്കെ കാണിക്കുമെന്ന് ആലോചിച്ച് എനിക്ക് ഇപ്പൊ തന്നെ പേടിയാവണോ. അതിലും ധീരന്റെ കുഞ്ഞുവാവെന്ന് പറയുമ്പോഴേ ആ കുട്ടിന്റെ അടുത്ത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇനിയിപ്പോ ഇവളുടെ കുഞ്ഞുവാവെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ കുഞ്ഞുവാവയല്ലേ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യുന്നും പറഞ്ഞ് എന്തൊക്കെ കാണിക്കുവോ. അത് കുട്ടിയല്ല മോളെ, എന്തെങ്കിലുമൊക്കെ ഇഷ്ടം കൊണ്ട് ചെയ്യാണ്. പക്ഷെ എന്നാലും ഇല്ലേ, ചെറിയ കുട്ടിയല്ലേ, അവൾക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ എപ്പോഴും കുട്ടിന്റെ കൂടെ തന്നെ ഇരിക്കണം. അല്ലാന്നും വെച്ചാ ഞാൻ കുളിപ്പിക്കാൻ പോവുകയാണ്, ഞാൻ പൊട്ടുമ്മയും വെക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അത് ശരിയാ അമ്മച്ചി. 1 മിനിറ്റ് പോലും കുട്ടിനെ ഇവളുടെ അടുത്ത് ആക്കിയിട്ട് നമ്മൾ എവിടെയും പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒപ്പിച്ചു വെക്കും. അത് ശരിയാണ്. കുട്ടി വന്നാലേ നല്ല സൂക്ഷിച്ച് നോക്കണം. പിന്നെ ഇവളും ചെറിയ കുട്ടിയല്ലേ. ഇല്ല, ഉണ്ണൂട്ടി കുഞ്ഞുവാവെ ഒന്നും ചെയ്യില്ല. ഉണ്ണൂട്ടിക്ക് കുഞ്ഞനിയൻ വരും. കുഞ്ഞനിയനെ ഉണ്ണുകുട്ടി തന്നെ നോക്കും. ഉണ്ണൂട്ടിയാണ് കുഞ്ഞനിയനെ മമ്മക്കും കുളിപ്പിക്കും, ഡച്ചിട്ട് കൊക്കും, എല്ലാം ചെയ്യും. പിന്നെ ചാച്ചു കൊടുക്കും. അത് ശരി, ഇപ്പൊ തന്നെ കുഞ്ഞനിയന് എല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓ, എനിക്കിവള് പറയണതൊക്കെ കേൾക്കുമ്പോ തന്നെ പേടിയാവണം അമ്മച്ചി. അയ്യോ ഒന്നുമില്ല മക്കളെ, അത് വെറുതെ ചെറിയ കുട്ടി എന്തോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതൊന്നും ചെയ്യില്ല, നമുക്ക് കൂടെ ഇരുന്ന് നോക്കിയാ മതി. അയ്യോ കഴിഞ്ഞ മക്കളെ, ഈ കുട്ടി വെറുതെ കിടന്ന് കരയുവാണ്. ഇനി ഒരുപാട് നേരം ഇരുത്തിയാ പിന്നെ ഒരുപാട് കരച്ചിലാവും. മതി, കുളിച്ചത് മതി. അതിനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. കഴിഞ്ഞു മതിയേ മതി. എടാ തീരാ, ആ തോർത്തിങ്ങത്താടാ. കുഞ്ഞു പെണ്ണ് കുളിച്ച് കഴിഞ്ഞു. ശരി, നമുക്ക് കുട്ടിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടിക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാം. വരും മക്കളെ, പോവാ. അയ്യോ ശരി, ഈ കള്ളിപ്പെണ്ണിന്റെ കാര്യം. ശരി വാ, അവിടെ പോയിട്ട് നമുക്ക് കുട്ടിക്ക് എല്ലാരും കൂടെ ഉടുപ്പിട്ട് കൊടുക്കാം. വരും മക്കളെ. ഐഷുമോളെ, നീ മെല്ലെ പതുക്കെ നോക്കി എണീറ്റ് വാട്ടോ. ശരി അമ്മച്ചി, ഞാൻ വരാം. നിങ്ങൾ കുട്ടിയെ എടുത്തിട്ട് ഇവര് രണ്ടുപേരെ നോക്കി കൂട്ടിട്ട് പോകേ. ശരി, ഇവരെ ഞാൻ കൊണ്ടുപോയിക്കളാം. നീ പതുക്കെ എണിച്ചു വാ. ശരി അമ്മച്ചി. അയ്യോ, എന്താ എണിക്കാൻ കിട്ടാത്തത്? ഇടി ഐഷു, നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്താ ചെയ്യണ?
അയ്യോ ഷമീർ, അമ്മച്ചി ധീരന്റെ കുഞ്ഞുമാവിനെ കുളിപ്പിക്കായിരുന്നു. ധീരൻ, റിയ കുട്ടി എല്ലാരും ഇവിടെ തന്നെ കളിച്ചോണ്ടിരുന്നതാണ്. അപ്പൊ ഞാനും വെറുതെ ഇരിക്കാന്നും പറഞ്ഞ് ഇരുന്നതാ. അവരെല്ലാരും കൂടെ പോയി. പിന്നെ ഞാൻ എണിക്കാന്നും പറഞ്ഞ് നോക്കുമ്പോ എനിക്ക് എണിക്കാൻ കിട്ടുന്നില്ല. എന്ത് എണിക്കാൻ കിട്ടുന്നില്ലേ? എടി ഐഷു, താഴെ ഇരുന്ന എണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കൈ നിലത്ത് ഊന്നി പതുക്കെ എണിക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നതല്ലേ. ആ അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എണിക്കാൻ നോക്കിയത്. പക്ഷെ എണിക്കാൻ കിട്ടുന്നില്ല ഷമീർ. അത് ശരി, താഴെ ഇരുന്ന എണിക്കാൻ കുറച്ച് പാടാണെന്നുള്ള കാര്യം മാഡമിന് അറിയാലോ. എന്നാ പിന്നെ അമ്മാച്ചിയൊക്കെ ഉള്ളപ്പോ തന്നെ ഒന്ന് കൈ തരാൻ പറഞ്ഞ് പിടിച്ച് എണിച്ചു പോണ്ടേ? ഇങ്ങനെ എല്ലാരും പോയ ശേഷം ഒറ്റയ്ക്ക് എണിക്കാന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നോ? ഇപ്പൊ കണ്ടോ എണിക്കാൻ പറ്റാത്തത്? ഞാനെന്തോ ജോഗിങ് പോയി ഈ വഴിക്ക് വന്നത് കൊണ്ട് ശരി. ഇല്ല ഞാനും വന്നില്ലെങ്കിലോ? ഇനി വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുവോ? അയ്യടാ, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും മെല്ലെ പിടിച്ച് എണിച്ചിട്ടുണ്ടാവും. ഓ അങ്ങനെയോ? എന്നാ ശരി, ഇപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ എങ്ങനെ മെല്ലെ പിടിച്ച് എണിക്കോ അതുപോലെ അങ്ങ് എനിക്ക് നോക്കട്ടെ. ഓ എണിക്കുമല്ലോ, എന്താ എന്നെ കൊണ്ട് പറ്റില്ലേ? ഓ പറ്റുമെങ്കിൽ എന്നാ പിന്നെ അങ്ങ് എനിക്കടാ നോക്കട്ടെ. ഓ ഞാനൊക്കെ എണിക്കും. എന്താ മാഡം ഇന്നേക്ക് എണിക്കോ? അത് വന്ന് എന്താ ഐഷു, എന്നെ കൊണ്ട് എന്താ ഗൗരവം? എണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എണിക്കാൻ പറ്റുന്നില്ലെന്ന് അങ്ങ് പറഞ്ഞൂടെ? പറ്റാത്ത കാര്യം പറ്റുന്നില്ല എന്ന് മാഡമിന് സമ്മതിക്കാൻ ഒരു മടി. ഓ ശരി, പറ്റുന്നില്ല പോരെ, സമ്മതിച്ചു. കൈ തരി. കൈ മാത്രം തന്നാ മതിയോ? അല്ല വീട്ടിക്ക് എടുത്തോണ്ട് പോണോ? ഓ പിന്നെ, അങ്ങ് എടുത്തിട്ട് വീട് വരെ പോയിട്ടൊന്നും പറയണ്ട. എന്താടി, എനിക്ക് നിന്നെ എടുത്തിട്ട് വീട് വരെ പോവാൻ പറ്റില്ലേ? അയ്യടാ, അതിന് നിങ്ങൾക്ക് എന്നെ ആദ്യം എടുക്കാൻ പറ്റോ? എടി എന്താടി ഇങ്ങനെ പറയണ്? ഇതിന്റെ മുന്നിൽ ഞാൻ നിന്നെ എടുത്തിട്ടേ ഇല്ലേ? അതാദ്യം ഞാൻ വെയിറ്റ് കുറവായിരുന്നു, അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് എടുത്തു. പക്ഷെ ഇപ്പൊ ഞാൻ വെയിറ്റ് കൂടിയില്ലേ? ഞാനേ ഒരു 55 കിലോ ഉണ്ടാവും. ഇനിയിപ്പോ വയറ്റിലുള്ള കുട്ടി ഒരു 3 കിലോ ഉണ്ടാവും. എന്തായാലും ഒരു 58, 60 കിലോ ഉണ്ട്. എത്ര ഉണ്ടാവും? എന്നെ നിങ്ങൾ എങ്ങനെ എടുക്കും? നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എന്താടി ഐഷു, എനിക്കൊരു 60 കിലോ എടുക്കാൻ സാധിക്കില്ലേ? ഓ 60 കിലോ എടുക്കാൻ സാധിക്കുമോ? അടിയേ ശരി, ഇപ്പൊ ഞാൻ നിന്നെ എടുത്താ നീ എനിക്ക് എന്ത് തരും? ആദ്യം നിങ്ങൾ എന്നെ എടുക്കി, പിന്നെ എന്ത് ചെയ്യാന്നുള്ളത് പിന്നെ കാണാം. ഓ അങ്ങനെ അങ്ങ് പിന്നെ കാണണ്ട, ഇപ്പൊ കണ്ടാ മതി. ഞാൻ നിന്നെ ഇപ്പൊ എടുത്താ നീ എനിക്ക് എന്ത് തരുന്ന് മാത്രം പറയും. ആ ശരി, നിങ്ങൾ ഇപ്പൊ എന്നെ എടുത്താ നിങ്ങൾ എന്ത് പറയണോ അത് ഞാൻ ചെയ്യാം, പോരെ? ഐഷു, പറഞ്ഞ കൂട്ടം പറഞ്ഞ പോലെ ഇരിക്കണം. ഞാൻ നിന്നെ എടുത്താ ഞാൻ എന്ത് പറയണോ അത് നീ ചെയ്യണം. അവസാനം പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് കാല് മാറാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ എന്നെ എടുത്താൽ നിങ്ങൾ എന്ത് പറയണം ഞാൻ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എന്നെ എടുക്കാൻ കഴിയുമെന്ന് ആദ്യം നോക്കി. എടി വിട്ട ഓവറായിട്ടാണോ സംസാരിക്കണേ? നിക്കടി. എന്താ മാഡം, ഒരു 60 കിലോ എന്നെ കൊണ്ട് എടുക്കാൻ കഴിയില്ല പറഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായോ എനിക്ക് നിന്നെ എടുക്കാൻ പറ്റുന്ന? ഓ മതി മതി, അത്രയ്ക്കൊന്നും ബിൽഡപ്പ് വിടണ്ട. 60 കിലോ തന്നെയല്ലേ എടുത്തത്, അല്ലാതെ 1000 കിലോ ഒന്നും എടുത്തിട്ടില്ലല്ലോ. എടി അപ്പോഴും നിന്റെ വായ അടങ്ങുന്നില്ല അല്ലേ? ശരി ശരി, ഞാൻ വെറുതെ പറഞ്ഞതാ, ദേഷ്യപ്പെടണ്ട. എടുത്തത് മതി, താഴെ ഇറക്കി വിടി. ഞാനേ നടന്ന് വീട്ടിക്ക് വന്നോളാം. ഒന്നും വേണ്ട, എനിക്ക് നിന്നെ എടുക്കാനേ പറ്റില്ല നീ പറഞ്ഞതല്ലേ. ഇനിയിപ്പോ എന്തായാലും വീട് വരെ ഞാൻ എന്നെ എടുത്തോണ്ട് പോവാം. അയ്യോ വേണ്ട ഷമീർ, ആരെങ്കിലും കണ്ട എന്തെങ്കിലും വിചാരിക്കും. ഓ പിന്നെ, എന്റെ കെട്ടിയവളെ ഞാൻ എടുത്തോണ്ട് പോണോ? ആരെന്ത് വിചാരിക്കണ്? അതുമല്ലാതെ നീ മാസമായിരിക്കല്ലേ. ഇനിയിപ്പോ പാവം കാല് വേദനിച്ചിട്ട് നടക്കാൻ പറ്റാത്തോണ്ട് എടുത്തതായിരിക്കും എന്ന് വിചാരിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ വീട് വരെ എടുത്തോണ്ട് പോയിക്കോളാം. എന്താ മാഡം, വീട്ടിക്ക് പോകാവോ അതോ കുറച്ചു നേരം ഇവിടെ തന്നെ ഇരിക്കാമോ? ഷമീർ വെറുതെ പറഞ്ഞതാ. ശരി, വീട്ടിൽ പോവാം. இனியவளே உனது இருவிழி முன் பழரச குவளையில் விழுந்த எறும்பி நிலை எனது நிலை விலக விருப்பம் இல்லையே பூவே அதிசயனே பிறந்த பல வருடம் அறிந்தவை மறந்தது எனது நினைவில் என்று உனது முகம் தவிர எதுவும் இல்லையே அன்பே வேறாரும் வாழாத பெருவாழ்விது நினைத்தாலே மனமெங்கும் மழை தூவது மழலையின் வாசம் போதுமே தலையினில் வானம் மோதுமே ஒரு கணமே உன்னை பிரிந்தால் உயிர் மலர் காய்ந்து போகுமே வானே 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 நான் உன்
கண்ணருகிலே கண்ணருகிலே நீ வேண்டுமே மண்ணடியிலும் முன்னருகிலே நான் சொல்ல முடியாத காதலும் சொல்லிலடங்காத நேசமும் எண்ண முடியாத ஆசையும் ഉന്നിടത്തിൽ തോന്നുതേ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.